അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, ഇന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ക്ഷമ എന്നുള്ള ക്വാളിറ്റി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമയെക്കുറിച്ച് പറഞ്ഞത് അസ്സബറു നിസ്ഫുൽ ഈമാൻ എന്നാണ്. ക്ഷമ എന്നുള്ളത് അത് വിശ്വാസത്തിൻ്റെ നേർപകുതിയാണ്. അസ്സബറു നിസ്ഫുൽ ഈമാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. ക്ഷമയുടെ പര്യായമായിരുന്നു. ഒരു മനുഷ്യൻ അവൻ നന്മയുള്ളവനാണെങ്കിൽ അവൻ ക്ഷമാശീലനായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ബഖറയിൽ 153-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും, നിസ്കാരത്തിൻ്റെയും ക്ഷമയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ സഹായം തേടണമെന്നാണ്. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്ന്. അള്ളാഹുവിൻ്റെ മഅയ്യത്തുണ്ട് എന്ന്. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എപ്പോഴും അവരോട് കൂടെ ഉണ്ടാകും. പിന്നെ അവർക്ക് ഭയപ്പാടേ ഉണ്ടാകേണ്ടതില്ല. ഉദാഹരണമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പിതാവ് തൻ്റെ മൂത്ത മകനോട് പറഞ്ഞു, ഒരു 100 രൂപ കൊടുത്ത് നീ നാളെ കോഴിക്കോട് വരെ ഒന്ന് പോയി വരണമെന്ന് പറഞ്ഞു. ആ മോന് കോഴിക്കോട് പോയി ബസ് ചാർജോ ട്രെയിൻ ടിക്കറ്റോ അങ്ങനെയൊക്കെ ആയി ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് പൈസ കഴിഞ്ഞു തിരിച്ചു വരാൻ ബേജാറായിരിക്കും ഒരു പക്ഷേ. അതല്ലെങ്കിൽ പിതാവിനെ പിന്നെ ബന്ധപ്പെട്ട് പൈസ എത്തിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിതാവിൻ്റെ സഹായികളെയോ പരിചയക്കാരെയോ ഇവൻ സമീപിക്കേണ്ടി വരും. എന്നാൽ മറ്റൊരു മോനോട് പറഞ്ഞു, ഒരു 150 രൂപ കൊടുത്തിട്ട് നീ എറണാകുളത്തുനിന്ന് പോയി വരണം. അവനും ഇങ്ങനെ തന്നെ ആയിരിക്കും. മൂന്നാമത്തെ മോനോട് പറയാണ്, മോനെ നമുക്ക് നാളെ ഒരുമിച്ചൊന്ന് കോയമ്പത്തൂർ വരെ ഒന്ന് പോയി വരണം എന്ന് പറഞ്ഞാലേ ഈ മകന് ബസ് ടിക്കറ്റിനെ കുറിച്ച് ചിന്തയേ ഇല്ല. കാരണം പിതാവ് കൂടെയുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല, എല്ലാം പിതാവ് കൂടെയുണ്ട്. ഇങ്ങനെ മഅയ്യത്തുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ മഅയ്യത്തുണ്ട് ക്ഷമയുള്ള ആളുകൾക്ക് എന്നാണ്. അവൻ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ക്ഷമ അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുടനീളം നമുക്കത് കാണാൻ കഴിയും. അവിടുത്തെ ത്വായിഫ് യാത്ര എത്ര ശ്രദ്ധേയമായിരുന്നു. പ്രിയപത്നി ഖദീജ ബീവി ലോകത്തോട് വിട പറയുകയാണ്. 25-ാമത്തെ വയസ്സ് മുതൽ ചേർത്ത് നിർത്തുന്നവരാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. മാതാവ് വളരെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയവരാണ് മുത്തുനബി. ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ജനിച്ച് 6 വയസ്സായപ്പോൾ മാതാവ് മരണപ്പെട്ടു. 8 വയസ്സായപ്പോൾ പിതാമഹൻ മരണപ്പെട്ടു. പിന്നെ പിതൃ സഹോദരനാണ് സംരക്ഷണ ചുമതലയുള്ളത്. പട്ടിണിയും പരിവട്ടവുമായിരുന്നു. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഖുവൈലിദിൻ്റെ മകൾ, സമ്പന്നയായിരുന്നു, കച്ചവടക്കാരിയായിരുന്നു. കച്ചവടത്തിന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അബൂ താലിബ് പറയുന്നുണ്ട്, മോനെ മുഹമ്മദെ ഒന്ന് ചെന്ന് നോക്കുകയെന്ന്. അങ്ങനെ ചെന്ന് നോക്കുകയാണ്. പട്ടിണി മാറ്റാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. കച്ചവട ആവശ്യാർത്ഥം കൂടെ പോകുന്നു. കച്ചവട സംഘത്തോടൊപ്പം തിരികെ വരുന്നു. അത്ഭുതങ്ങളാണ്. മുത്തുനബിയുടെ സത്യസന്ധതയാണ് ഖദീജ ബീവിയെ ഏറെ ആകർഷിച്ചത്. ആ ഖദീജ ബീവിയായിരുന്നു 25 വയസ്സ് മുതൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ വഫാത്ത് വരെ മുത്തുനബിയോടൊപ്പം ചേർന്ന് നിന്നത്. ഖദീജ ബീവി വഫാത്തായ വർഷം, അബൂ താലിബും അതേ വർഷം തന്നെ വഫാത്തായി. സർവരാലും പീഡിപ്പിക്കപ്പെടുകയും മാനസികമായി ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ ഉമ്മയുടെ കുടുംബാംഗങ്ങൾ സഖീഫ് ഗോത്രക്കാർ താമസിക്കുന്ന തായിഫിലേക്ക് പോകുന്ന രംഗമുണ്ട്. നമ്മൾ പഠിക്കണം മുത്തുനബിയുടെ തായിഫ് യാത്ര. നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റമുണ്ടാക്കും. തായിഫിലേക്ക് ചെല്ലുന്നത് ഉമ്മയുടെ കുടുംബത്തിനൊരു പ്രത്യേക സ്നേഹവും പരിചരണവും ഒക്കെ ഉണ്ടാകുമല്ലോ. അത് ആഗ്രഹിച്ചു കൊണ്ടുപോയതാണ്. തായിഫിലെ ഓരോ വീടുകളിലും ചെന്ന് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നെ മക്കക്കാർ വല്ലാതെ ദ്രോഹിക്കുന്നു, എനിക്ക് സഹായവും സംരക്ഷണവും നൽകുമോ എന്ന് അവരാട്ടി ഓടിക്കുകയാണ്, മാനസികമായി പീഡിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ അവരോട് പറഞ്ഞു, ഞാനിവിടെ വന്നത് മക്കക്കാരെ അറിയിക്കരുത്. ആ സമയം തന്നെ അവർ മക്കക്കാരെ അറിയിച്ച് മുത്തുനബിയെ മാനസികമായി വേദനിപ്പിക്കുകയാണ്. ഓരോ വീടുകളിൽ നിന്നും മാറ്റി വിടുകയാണ്. അവിടുത്തെ കുട്ടികളെ കൊണ്ട് ഭ്രാന്ത എന്ന്
കൂകി വിളിക്കാൻ വേണ്ടി അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. കല്ലുകളെടുത്തെറിയുകയാണ്. മൂർച്ചയുള്ള കല്ലുകളാണ് ത്വായിഫിലുള്ളത്. അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് അവർ ഭക്ഷണം കൊടുത്തില്ല, അവർ വെള്ളം കൊടുത്തില്ല. വെള്ളം കുടിക്കാൻ ദാഹിച്ച് വലഞ്ഞൊരു ജലാശയത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ആ ജലാശയവും അവർ മലിനപ്പെടുത്തുകയാണ്. എത്രമേൽ വേദനിച്ചു. അള്ളാഹുവിൻ്റെ തിരുദൂതരെ പഠിക്കണം. ക്ഷീണിച്ചവശനായി ഒരു പ്രത്യേക സ്ഥലത്തിരുന്നപ്പം മലമുകളിൽ നിന്ന് വലിയ പാറക്കല്ല് ഉരുട്ടിയിട്ട് ജീവിതം അപകടപ്പെടുത്താൻ, ജീവൻ അപായപ്പെടുത്താൻ അവർ ശ്രമിച്ചു. അള്ളാഹുവിൻ്റെ കാവലുണ്ടായല്ലോ. അങ്ങനെ അവിടെ നിന്ന് ക്ഷീണിച്ചോടി വരുന്നുണ്ട് അവിടുത്തെ ഒരു തോട്ടത്തിലേക്ക്. ആ തോട്ടത്തിൽ അതിൻ്റെ ജീവനക്കാരനായിരുന്നു അദ്ദാസ് എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരൻ. അദ്ദേഹത്തിന് സങ്കടം തോന്നി. മുത്തുനബിക്ക് മുന്തിരി കൊടുക്കുന്നുണ്ട്, ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളത് മേടിച്ചു ബിസ്മി ചൊല്ലിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അത് ഭക്ഷിച്ചപ്പോൾ അദ്ദാസ് എന്ന് പറയുന്ന ആ സഹോദരൻ അത്ഭുതപ്പെട്ടു. ഇത് ഞങ്ങളുടെ സഹോദരൻ നീനുവയിലെ പ്രവാചകൻ യൂനുസ് നബി ഇങ്ങനെ ചൊല്ലാറുണ്ടല്ലോ. മുത്തുനബി പറഞ്ഞു, യൂനുസ് നബിയെ നിങ്ങൾ അറിയുമോ? അതെൻ്റെ സഹോദരനാണ്, പ്രവാചക ശൃംഖലയിലെ സഹോദരനാണ്. അത്ഭുതപ്പെട്ടു അദ്ദാസ് എന്ന് പറയുന്ന സഹോദരൻ. മുത്തുനബി ലാകിട്ടനായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നും തായിഫിൽ ചെന്നാൽ ആ തോട്ടത്തിനകത്ത് മസ്ജിദ് അദ്ദാസ് എന്ന് പറയുന്ന ഒരു പള്ളി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അവിടെ എത്താൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മുത്തുനബിയെ അവരാട്ടി ഓടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഓടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഓടുമ്പോൾ ക്ഷീണിച്ചവശനായി, പരീക്ഷണത്തിന് വിധേയനായി, മർദ്ദനത്തിന് ഇരയായി റസൂലുള്ളാഹി വല്ലാതെ വേദനിച്ചിരിക്കുമ്പോൾ 2 പർവ്വതങ്ങളുമായി മലക്ക് വരുന്നുണ്ട്. മുത്തുനബി അങ്ങൊന്ന് സമ്മതം തന്നാൽ തായിഫുകാരെ ഈ പർവ്വതം അവർക്ക് മുകളിലിട്ടവരെ നശിപ്പിക്കാമെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞത്. എന്നെ ഇത്രമേൽ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചവരല്ല, അവരെ നശിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. ക്ഷമയുടെ പര്യായമായ മുത്തുനബി പറഞ്ഞു, അരുത്. അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നന്മയുടെ വഴിയിലേക്ക് പിൽക്കാലത്തെങ്കിലും കടന്നു വന്നാൽ അതാണ് എൻ്റെ മനസ്സിനേറെ സന്തോഷമെന്ന് പറഞ്ഞ് ക്ഷമയുടെ പര്യായമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ, കിലോമീറ്ററുകളോളം അവിടെ നിന്ന് ഓടി ഒരുപാട് കഴിഞ്ഞിട്ടാണ് മുത്തുനബി നിൽക്കുന്നത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ജീവിതത്തിൽ ഓർത്തെടുത്താൽ ഏറെ വേദന സമ്മാനിക്കുന്നത് ഉഹുദ് യുദ്ധ സംഭവമല്ലേ? അതൊന്നുമല്ല ആയിഷ. ഖദീജ ബീവി വഫാത്തായതല്ലേ? അതൊന്നുമല്ല ആയിഷ. പിന്നെ എന്താണ് ആയിഷ? തായിഫിൽ നിന്നുള്ള ആ മടക്കയാത്രയുണ്ടല്ലോ, അത് ഓർത്തെടുക്കുമ്പോഴേക്കും ഞാൻ തളർന്നു പോവുകയാണ്, അത് ഓർത്തെടുക്കുമ്പോഴേക്കും ഞാൻ വല്ലാത്തൊരവസ്ഥയിലാവുകയാണെന്ന് പറഞ്ഞ് മുത്തുനബി വേദനിക്കുന്നുണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു എനിക്ക് ശഫാഅത്തിന് ശുപാർശ ചെയ്യാൻ, നാളെ രക്ഷപ്പെടുത്താനുള്ള അധികാരം, ശുപാർശ ചെയ്യാൻ എനിക്ക് അധികാരം തന്നാൽ ഞാൻ എൻ്റെ ത്വായിഫുകാർക്കായിരിക്കും ആദ്യം ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞ ആ ക്ഷമയുടെ പര്യായമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ഇടപഴക്കത്തിലും ക്ഷമയില്ലാത്തത് കൊണ്ട് സംഘർഷഭരിതമായ സാഹചര്യമാണ്. അയൽവീട്ടുകാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഇവിടെയൊക്കെ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈ ക്വാളിറ്റി നമ്മിലുണ്ടോ? വിശ്വാസത്തിന്റെ പകുതി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഇത് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യത്തിൽ അത്യത്ഭുതത്തോടു കൂടി മുത്തുനബി പറയുകയാണ്, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ലിദാലിക വലൈസ ലി അഹദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സത്യവിശ്വാസിക്ക് അവൻ്റെ സർവ്വകാര്യങ്ങളും അവന് ഖൈറാണ് എന്ന്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലൽ മുഅ്മിൻ, അത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെയുണ്ടാകില്ല എന്ന്. റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നു? ഇൻ അസാബത്തുഹു സറാ, ആ സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നാൽ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യും, ഫകാന ഖൈറല്ല, അതവന് ഖൈറാണ്. വൈൻ അസാബത്തുഹു ലറാ, അവനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സബറ, അവൻ ക്ഷമിക്കും, ഫകാന ഖൈറല്ലഹു, അതും അവന് ഖൈറാണ്. നോക്കൂ നിങ്ങൾ, സത്യവിശ്വാസിയുടെ ക്വാളിറ്റിയാണ് മുത്തുനബി പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സന്തോഷം തന്ന സട്ടാവായ ഏകനായ റബ്ബിനെ അവൻ നന്ദിയോടുകൂടി ഓർക്കും. നന്ദി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് വല്ലാത്തൊരു മനസ്സാണ്. ഇനി അവനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു, രോഗങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, എന്നാൽ അവൻ ക്ഷമിക്കും, ഇതവന് ഖൈറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്,
ക്ഷമ വ്യത്യസ്ത രീതിയിലുണ്ട്. ക്ഷമ എന്ന ക്വാളിറ്റി നമ്മൾ പഠിക്കുമ്പോൾ അസ്സബ്റു അലാ ത്വാഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ക്ഷമ വേണം. വസ്സബ്റു അലാ മഅസിയത്തില്ല, അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. വസ്സബ്റു അലൽ ബലാ, വിപത്തുകൾ വരുമ്പോൾ അതിൽ നിന്ന് ക്ഷമയോടുകൂടി നേരിടാനുള്ള ഒരു ഉൾക്കരുത്ത് വേണം. ഇതെല്ലാം ഒത്തിണങ്ങിയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ നല്ല ക്ഷമയുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയ വഴികളിലേക്ക് നമ്മെ കൊണ്ടുപോകും. അള്ളാഹുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സംരക്ഷണവും കാവലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനമുള്ളവരാണ് ക്ഷമയുള്ള ആളുകളെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിട്ടുവീഴ്ചയുടെ വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സുമൊക്കെ പാകപ്പെടുത്തിയെടുക്കുന്നത് ക്ഷമയാണ്. ആ ക്ഷമയുടെ ആളുകളാകാൻ നമുക്ക് സാധിക്കണം. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് വഴിയൊരുക്കി തെരുമാറാകട്ടെ. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഈ അനുഗ്രഹീത പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കുകയും ഞങ്ങളുടെ ജീവിതം നന്നാക്കുകയും നാളെയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, ഈ ഒരു ശബ്ദം ശ്രവിക്കുന്ന, ഈ ഒരു പഠന ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകൾക്ക് നീ ഖൈറും ബറക്കത്തും നൽകി അള്ളാഹ് ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.